ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഞണ്ട് കറി ഉണ്ടാക്കാം. അതിനായി 1 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി അതിലെ അഴുക്കെല്ലാം കളഞ്ഞ് 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: മീഡിയം 2 ചെറിയ തക്കാളി അരിഞ്ഞത്, ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 10 കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, ചെറിയൊരു കുടം വെളുത്തുള്ളി ചതച്ചത്, മീഡിയം ടൈപ്പ് ഇഞ്ചി ചതച്ചത്, വെളിച്ചെണ്ണ, ഉപ്പ്, പെരുംജീരകം, ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം ഗരം മസാലപ്പൊടി, ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് വളരെ ചെറിയ ഞണ്ടാണ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം? കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അതിൽ ഏകദേശം 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ടൊന്ന് മൂപ്പിക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് തിളക്കി കൊടുക്കാം. അതിലേക്ക് സവാളയും കൂടെ ചേർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വരട്ടാം. അടപ്പം തുറക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. സൈഡിലാക്കിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികൾ ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഓയിൽ മൂത്ത ശേഷം നമുക്ക് ഉള്ളിയോടൊപ്പം എല്ലാം കൂടെ ഉള്ളി മസാലയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തക്കാളി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് വരട്ടാം. അടപ്പം തുറക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും.
1 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കും. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് ഒരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് അടപ്പൊന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെന്ത് വെക്കാനുണ്ട്. ഏകദേശം 5 മിനിറ്റ് ആയതേ ഉള്ളൂ. പുളി എല്ലാം കറക്റ്റാണ്. വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് അടപ്പൊന്ന് തുറക്കുക. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ്, അരി, പുളി എല്ലാം കറക്റ്റാണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഞണ്ട് കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇനി തണുത്ത ശേഷം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തണുക്കുന്നതിനായി അടച്ച് വയ്ക്കാം. ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്.